മുഹമ്മദ് നബിയുടെ പഠനങ്ങൾ യേശുവിന്റെ പഠനങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും യോജിച്ചു പോകുന്നു. എന്നാൽ പൗലോസിന്റെ പഠനങ്ങൾ യേശുവിന്റെ പഠനങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അതുകൊണ്ട് പൗലോസ് ഒരു കള്ളപ്രവാചകനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് യേശുവിന്റെ പഠനങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ അയാൾ കള്ളപ്രവാചകനാണ് അല്ലേ? അതെ, ശരിയാണ്. മുഹമ്മദ് നബിയുടെ പഠനങ്ങൾ യേശുവിന്റെ പഠനങ്ങളുമായിട്ടും പൂർണ്ണമായും യോജിച്ചു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് മുഹമ്മദ് നബിയുടെ പഠനങ്ങൾ യേശുവിൻ്റെ പഠനങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നുണ്ട് എന്നും പൗലോസിൻ്റെ പഠനങ്ങൾ അതിന് വിരുദ്ധമാണ് എന്നും മനസ്സിലായത് എങ്ങനെയാണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം യേശുവിൻ്റെ പഠനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കത് കണ്ട് അതുമായി കമ്പയർ ചെയ്ത് നോക്കണം അല്ലേ? അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ഈ യേശുവിൻ്റെ പഠനങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ബൈബിൾ വായിച്ചു. ബൈബിൾ അല്ല, സിനോപ്റ്റിക് ഗോസ്പിൾസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പൗലോസിന്റെ പഠനങ്ങൾ യേശുവിന്റെ പഠനങ്ങളുമായിട്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്നെന്നും അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ പഠനങ്ങൾ യേശുവിന്റെ പഠനങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നെന്നും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് സിനോപ്റ്റിക് ഗോസ്പിൾസിൽ യേശു പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായി ആരെങ്കിലും പഠിപ്പിച്ചാൽ അവൻ കള്ളപ്രവാചകനാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് മുഹമ്മദിന്റെ പഠനങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മാത്യു 22:30. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും. അപ്പോൾ പറ, ആരാണ് കള്ളപ്രവാചകൻ?